الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وثيابك فطهر والرجز فهجر ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശുദ്ധിയും വൃത്തിയുമെല്ലാം കേവലം ഭൗതികമായ ഒരു ആവശ്യം എന്നതിനപ്പുറത്ത് മതപരമായ ഒരു ബാധ്യത കൂടിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്വഹൂറു ശത്റുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ് ശുദ്ധി എന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി തന്റെ ശരീരവും വസ്ത്രവും താൻ ഇടപഴകുന്ന സ്ഥലങ്ങളും പരിസരങ്ങളുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. വീടിന്റെ മുറ്റവും പരിസരവുമൊക്കെ, അത് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടുകളാണെങ്കിൽ പോലും വൃത്തിയാക്കണമെന്നത് ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. പടച്ചറബിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഹൃദയ വിശുദ്ധി വരുത്തിയ ആളുകളെയും അതേപോലെ ശാരീരികമായ വസ്ത്രത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭൗതികമായ മറ്റ് ശുദ്ധിയെ സംബന്ധിച്ചുമെല്ലാം ശ്രദ്ധിക്കുന്ന ആളുകളെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഖുർആൻ തന്നെ പറഞ്ഞത്. രണ്ടു തരം ശുദ്ധികളെ സംബന്ധിച്ച്, ത്വഹാറത്തിനെ സംബന്ധിച്ച് ദീൻ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ബെയ്സ് ആണെങ്കിൽ, അടിത്തറയാണെങ്കിൽ, രണ്ടാമത്തേത് അതിന്റെ ശാഖയാണ്, ഫർആൻ. അതായത് ത്വഹാറത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ വിശുദ്ധി. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും ഗൗരവപ്പെട്ട അടിസ്ഥാനപരമായ ഒരു ആശയം കൂടിയാണ്. അഥവാ നമ്മുടെ മനസ്സിൽ, നമ്മുടെ വിശ്വാസത്തിൽ
ഷിർക്ക്, കുഫർ, നിഫാഖ് പോലെയുള്ള അവിശ്വാസത്തിന്റെയും ബഹുദൈവത്വത്തിന്റെയും കാപഢ്യത്തിന്റെയും ഒന്നും കലരാതെ സംശുദ്ധമായ വിശ്വാസവും ആദർശവും നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കണം. ആ രൂപത്തിൽ വിശുദ്ധമല്ലാത്ത ആദർശം സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നമൽ മുശ്രികൂന നജസുൻ. അവിശ്വാസികൾ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികൾ അവരുടെ ആദർശം അശുദ്ധമാണ് എന്ന അർത്ഥത്തിൽ സൂറത്ത് തൗബയിലെ 28-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ പടച്ചറബുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ മനസ്സ് സംശുദ്ധമായിരിക്കണം എന്നർത്ഥം. അള്ളാഹുവിൽ തവക്കുലാക്കാൻ, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, പടച്ചറബിൽ വിശ്വാസമർപ്പിക്കുവാനൊക്കെ നമ്മൾ സാധിക്കുമ്പോൾ, ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. അതേപോലെ തന്നെ പടപ്പുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സ് അഥവാ ഹൃദയം വിശുദ്ധമായിരിക്കുവാൻ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനങ്ങളൊക്കെ വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞു തന്ന കാര്യങ്ങളാണത്. അലാ ഇന്ന ഫിൽ ജസദി മുളഗ. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായി കഴിഞ്ഞാൽ എല്ലാം നന്നായി എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ ഹൃദയത്തെയാണ്. അത് നമുക്ക് വിശുദ്ധമായി സൂക്ഷിക്കുവാൻ സാധിക്കണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ. അതിനെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കിയ, വിശുദ്ധമായി നിലനിർത്തിയ ആളുകൾ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ. അതിനെ മലിനപ്പെടുത്തിയവർ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ചതി, വഞ്ചന, വെറുപ്പ്, പക തുടങ്ങിയുള്ള എല്ലാ ദുസ്വഭാവങ്ങളും അഴുക്കുകളാണ്, മാലിന്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ നിന്ന് വലിച്ച് എറിയാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഹൃദയം ശുദ്ധമാകും. അപ്പോൾ മാത്രമേ നമ്മുടെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ഒക്കെ വാല്യമുള്ള, മൂല്യമുള്ള സൽക്കർമ്മങ്ങളായി പരിണമിക്കുകയുള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ രണ്ടാമത്തെ ശുദ്ധിയെ സംബന്ധിച്ച് പറയുമ്പോൾ ബാഹ്യമായ ശുദ്ധിയെ സംബന്ധിച്ചാൽ അതിന്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മളെല്ലാവരും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സംവിധാനിച്ച നഖവും മുടിയുമൊക്കെ വൃത്തിയാക്കാൻ പറഞ്ഞ കാര്യം, അത് മതപരമായൊരു ബാധ്യത കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് സമയം നിർണയിച്ചു തന്നിരുന്നു മീശ വെട്ടാൻ, അതേപോലെ തന്നെ വതഖ്ലീമിൽ അൽഫാർ, നഖങ്ങൾ മുറിക്കാൻ, വനത്ഫിൽ ഇബ്ത്, കക്ഷങ്ങളിലുള്ള രോമങ്ങൾ നീക്കാൻ, വഹൽഖിൽ ആന, അതേപോലെ ഗുഹ്യഭാഗത്തെ രോമങ്ങൾ നീക്കാൻ, അല്ല നതുറുക അക്തറ മിൻ 40 ലൈല, മാക്സിമം പോയാൽ 40 ദിവസം, അതിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ഇവയെല്ലാം വൃത്തിയാക്കണം എന്ന് മതപരമായി പഠിപ്പിക്കപ്പെട്ട വേറെ ഏതെങ്കിലും സമൂഹമുണ്ടോ സഹോദരങ്ങളെ? വൃത്തിക്ക് ഇസ്ലാം നൽകുന്ന അത്ര കണ്ട് പരിഗണനയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 40 ദിവസം ഒരാൾ ആഴ്ചയിൽ നഖം വെട്ടുകയാണെങ്കിൽ, മീശ വെട്ടുകയാണെങ്കിൽ നല്ലതാണ്. 2 ആഴ്ചയും 3 ആഴ്ചയും കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടും 40 ദിവസം കഴിഞ്ഞ് നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമുക്ക് മാത്രമല്ല നമ്മുടെ പരിസരത്തുള്ള ആളുകൾക്കും അത് പ്രയാസങ്ങൾ സൃഷ്ടിക്കും എന്നതിനപ്പുറം മതപരമായി നമ്മൾ ചെയ്യുന്ന ഒരു കുറ്റമായിരിക്കും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ ഏത് കിതാബുകൾ നമ്മൾ പരിശോധിച്ചാലും, ഫിഖഹിന്റെ ഏത് കിതാബുകൾ നമ്മൾ പരിശോധിച്ചാലും അതിന്റെ ആദ്യ ഭാഗത്ത് വരുന്ന ചർച്ച എന്താണ്? കിതാബു ത്വഹാറ, ശുദ്ധിയെ സംബന്ധിച്ചാണ്. ശുദ്ധിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് വളരെ സൂക്ഷ്മമായി, കൃത്യമായി നമ്മുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ. ഇസ്ലാം അല്ലാത്ത വേറൊരു സമൂഹത്തിൽ അങ്ങനെ കാണുമോ എന്നത് സംശയകരമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ അത്രമാത്രം പ്രാധാന്യമുള്ള ശുദ്ധിയുടെ വിഷയം നമ്മൾ ഗൗരവത്തോടുകൂടി എടുക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. നഖം മുറിക്കുക എന്നതൊക്കെ ഇതൊന്ന് ഖുതുബയിൽ പറയേണ്ട ഒരു വിഷയമാണോ എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ആളുകൾ മാറിപ്പോകുന്ന കാലഘട്ടമാണ്. സത്യത്തിൽ നമ്മൾ യുവാക്കളുടെ ഇടയിൽ, യുവതികളുടെ ഇടയിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം പരിഷ്കാരികളും അതേപോലെ തന്നെ വിദ്യാസമ്പന്നരും സംസ്കാര സമ്പന്നരുമാണ് എന്ന് കരുതുന്ന ആളുകളുടെയൊക്കെ നഖവും മുടിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമായ അല്ലെങ്കിൽ വെറുപ്പ് തോന്നുന്ന രീതിയിലാണ് നീട്ടി നഖം വളർത്തി അതിന്റെ ഉള്ളിൽ അഴുക്കുകളും വൃത്തികേടുകളും മാലിന്യങ്ങളും ഒക്കെ പേറി നടക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിന്റെ പരിഷ്കാരികളായി ചിത്രീകരിക്കപ്പെടുമ്പോൾ മതം പറയേണ്ടിടത്ത് അത് പറയാതിരുന്നാൽ എവിടെ നിന്ന് അതൊക്കെ പഠിക്കാം? അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. പണ്ഡിതന്മാർ ഫിഖഹിന്റെ കിതാബുകളിൽ കിതാബു ത്വഹാറ, വിശുദ്ധിയുടെ ഭാഗമായി പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇർതിഫാഉൽ ഹദസി വ ഇസാലത്തുൻ നജാസാത്ത്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ശരീരവും അതേപോലെ തന്നെ വസ്ത്രവും നാം ഇടപഴകുന്ന സ്ഥലങ്ങളുമൊക്കെ ശുദ്ധിയാക്കേണ്ടത്?
രണ്ട് തരത്തിലുള്ള ശുദ്ധീകരണത്തെ സംബന്ധിച്ചാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒന്ന് ഇർതിഫാ ഉൽ ഹദസ്, ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് നമ്മൾ ശുദ്ധിയാകൽ. അതെങ്ങനെയാണ്? വുളു ഇല്ലാത്ത ആളുകൾ വുളു എടുക്കണം. അതേപോലെ കുളിച്ച് ശുദ്ധി വരുത്തേണ്ട സന്ദർഭത്തിൽ കുളിച്ച് ശുദ്ധി വരുത്തണം. ഇങ്ങനെ ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്ന ആളുകൾ, അതേപോലെ തന്നെ ശരീരത്തിലും വസ്ത്രത്തിലും നാം ഇടപഴകുന്ന സ്ഥലങ്ങളിലുമൊക്കെ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ, നജസ്സുകൾ ഉണ്ടെങ്കിൽ അത് നീക്കുകയും ചെയ്യുകയുമാണ് ശുദ്ധീകരണത്തിന്റെ ആദ്യ ഭാഗമായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാകണമെന്ന് പറയുമ്പോൾ ഒളുവില്ലാത്ത അവസ്ഥക്കാണ് ചെറിയ അശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഒളുവെടുത്തു കഴിഞ്ഞാൽ ആ ചെറിയ അശുദ്ധിയിൽ നിന്ന് നമ്മൾ ശുദ്ധിയായി. അതേപോലെ ചില സന്ദർഭങ്ങളിൽ കുളി നിർബന്ധമാകുന്ന സാഹചര്യമുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, അതേപോലെ തന്നെ ആർത്തവം ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രസവത്തിന് ശേഷം, അതേപോലെ ബീജം പുറത്തു വന്നാൽ, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ കുളി നിർബന്ധമാണ്. ആ കുളി ശരിയാകാതെ ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാവുകയില്ല. അതുകൊണ്ട് തന്നെ കുളി നിർബന്ധമാകുന്ന അത്തരം ഘട്ടത്തിനാണ് വലിയ അശുദ്ധി എന്ന് പറയുന്നത്. ആ ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നതിനെ ഉദ്ദേശിച്ച് ഇർതിഫാ ഉൽ ഹദസ്, അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതേപോലെ വഇസാലത്തുൻ നജാസാത്ത്, മാലിന്യങ്ങൾ എന്തൊക്കെയാണ്, നജസ്സുകൾ എന്തൊക്കെയാണ് എന്ന് വളരെ വിശദമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മലവും മൂത്രവും അതേപോലെ തന്നെ അഴുക്കുകളായിട്ടുള്ള എല്ലാ സംഗതികളും നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്ന്, വസ്ത്രത്തിൽ നിന്ന്, നമ്മൾ ഇടപഴകുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ മാറ്റി ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ ശുദ്ധിയാകുമ്പോൾ സ്വാഭാവികമായും ശുദ്ധീകരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്, പൊതുവിൽ അടിസ്ഥാനപരമായി നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളമാണ്. ആ വെള്ളം കിട്ടാത്ത, അതല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് തയമ്മുമുള്ളത്. ശുദ്ധമായ പ്രതലത്തിൽ നമ്മുടെ കൈപ്പത്തി കൊണ്ട് അടിച്ച് മുഖവും മുൻകൈയും ഒരു പ്രാവശ്യം തടവിക്കഴിഞ്ഞാൽ കുളിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് മതി. അല്ലെങ്കിൽ കുളിക്കാൻ നമുക്ക് കഴിയും, പക്ഷെ വെള്ളം കിട്ടുന്നില്ല. അത്തരമൊരു സാഹചര്യമാണെങ്കിൽ കുളിയുടെയും അതേപോലെ വുളുവിന്റെയും പകരമായി ആ തയമ്മും മതിയാകുന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലെ 6-ാമത്തെ വചനത്തിലൂടെ വുളുവിനെ സംബന്ധിച്ചും കുളിയെ സംബന്ധിച്ചും തയമ്മുമിനെ സംബന്ധിച്ചും എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇല സ്വലാത്ത്, നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ, ഫഗ്സിലു വുജൂഹക്കും, നിങ്ങൾ മുഖം കഴുകണം. അഥവാ വുളുവിന്റെ ഓരോ കാര്യങ്ങളുമാണ്, നിർബന്ധമായ കാര്യങ്ങളാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിക്, മുട്ടുവരെ നിങ്ങൾ കൈകൾ കഴുകണം, അതേപോലെ തല തടവണം, കാല് കഴുകണം. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം വഇൻ കുൻതും ജുനുബം ഫത്തഹറു, നിങ്ങൾ വലിയ അശുദ്ധിയുള്ള ആളുകളാണെങ്കിൽ കുളിച്ച് ശുദ്ധി വരുത്തണം. വഇൻ കുൻതും മർളാ ഔ അലാ സഫരിൻ, ഇനി നിങ്ങൾ രോഗിയാണ്, അതല്ലെങ്കിൽ യാത്രയിലാണ്, ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്ത്, അല്ലെങ്കിൽ മലമൂത്ര വിസർജനം കഴിഞ്ഞ ഒരാൾ വന്നു, ഔ ലാമസ്തുമുൻ നിസാ, അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടു, ഫലം തജിദു മാഅൻ, പക്ഷെ ശുദ്ധീകരിക്കാൻ വെള്ളം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ, ഫതയമ്മമു സ്വഈദൻ ത്വയ്യിബ, നിങ്ങൾ ശുദ്ധമായ പ്രതലം തേടിക്കൊള്ളുക. ഭൂമിയിലെ ഉയർന്നു നിൽക്കുന്ന ശുദ്ധമായ സ്ഥലത്ത് നിങ്ങൾ കൈകളടിച്ച് ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീകും മിൻഹു, മുഖവും കൈയും തടവണം. അതാണ് ഇസ്ലാം പഠിപ്പിച്ച ആ രീതി. വെള്ളം പടച്ചറബിന്റെ മഹത്തായ അനുഗ്രഹമാണ്. എപ്പോഴും ആ വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ല. ഖുർആൻ തന്നെ പലപ്പോഴും അതിനെ സംബന്ധിച്ച് ഉണർത്തിയിട്ടുണ്ട്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറ, വളരെ ശുദ്ധമായ വെള്ളം ആകാശത്ത് നിന്ന് നാം നിങ്ങൾക്ക് ഇറക്കി തന്നു എന്ന് സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞപ്പോൾ, വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറക, അനുഗ്രഹീതമായ വെള്ളം നാം നിങ്ങൾക്ക് ഇറക്കി തന്നു എന്നാണ് സൂറത്ത് ഖാഫിൽ അല്ലാഹു പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായ ആ വെള്ളം, അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മതപരമായ ചിട്ടവട്ടങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്. അത് മലിനമാകാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. മഴയൊന്നും ഇല്ലാതെയായാൽ സഹോദരങ്ങളെ, വർഷക്കാലത്താണ് നമ്മൾ ഉള്ളത്, കർക്കിടക മാസത്തിൽ, പക്ഷേ മഴയില്ലാത്ത വേനലിനെ പോലും വെല്ലുന്ന ചൂടിലും അതേപോലെ തന്നെ അവസ്ഥകളിലുമാണ് നമ്മൾ ഉള്ളത് എന്നറിയുമ്പോൾ, നമ്മുടെ കിണറിൽ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ, കിട്ടാതെയായി കഴിഞ്ഞാൽ, നമ്മൾ ടാപ്പ് തുറന്നാൽ വെള്ളം വരാത്ത ഒരു ദിവസമെങ്കിലും നമ്മുടെ ടാപ്പിലൊന്ന് വെള്ളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ എത്രമാത്രം പ്രയാസകരമായിരിക്കും. അതിനാൽ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക, സൂക്ഷിക്കുക, പടച്ചറബിനോട് നന്ദി കാണിക്കുകയും ചെയ്യുക. അപ്പോ ശുദ്ധിയുടെ ഭാഗമായി പറയുമ്പോൾ വെള്ളമാണ് പണ്ഡിതന്മാർ, ഫുഖഹാക്കൾ ആദ്യമായി ചർച്ചക്കെടുക്കുന്നത്. വെള്ളത്തെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. 2 തരത്തിലുള്ള വെള്ളമാണ് പ്രധാനമായിട്ടും ഉള്ളത് എന്ന്
ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ അല്ല, 3 തരമാക്കി വേറെ ചില പണ്ഡിതന്മാർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ പ്രധാനപ്പെട്ട 2 വിഭാഗം എന്ന് ചോദിച്ചാൽ, ഒന്ന് ത്വഹൂറായ വെള്ളം, അഥവാ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളം. അത്വഹൂറു ഹുവൽ മാഉൽ ബാഖി അലാ ഖിൽഖതിഹി. അത് ഏത് തരം വെള്ളമാണ് എന്ന് ചോദിച്ചാൽ, അല്ലാഹ് സൃഷ്ടിച്ച അതേ രൂപത്തിൽ തന്നെ അടിസ്ഥാനപരമായ സ്വഭാവങ്ങളിൽ മാറ്റമില്ലാതെ നിലനിൽക്കുന്ന വെള്ളം. മഴവെള്ളമാണെങ്കിലും കിണറ്റിലെ വെള്ളമാണെങ്കിലും ഏത് വെള്ളമാണെങ്കിലും അതിൽ ഏതെങ്കിലും തരത്തിൽ നജസ് കലർന്ന് അതിന്റെ രുചിയിലോ മണത്തിലോ നിറത്തിലോ വ്യത്യാസമുണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ അത് ത്വഹൂറായ വെള്ളമല്ല, പിന്നെ നജസായ വെള്ളമായി. അൽ മാഉൻ നജിസ്, മലിനജലം എന്നാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ അതിന് പറയുക. അഥവാ നജസ് കലരാത്ത വെള്ളമാണെങ്കിൽ ത്വഹൂറാണ്. കിണറ്റിലെ വെള്ളമാണ് എങ്കിലും കുളത്തിലെ വെള്ളമാണ് എങ്കിലും പുഴയിലെ വെള്ളമാണെങ്കിലും ഒക്കെ ത്വഹൂറാണ്. അത് ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയമുണ്ടാകും, കിണറ്റിൽ വെള്ളം അടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെളിയുമായി കലർന്ന് അതേപോലെ നിറത്തിലൊക്കെ മാറ്റം വന്ന അവസ്ഥയിലാണ് വെള്ളം കിട്ടുന്നതെങ്കിൽ ആ വെള്ളം കൊണ്ട് കുളിക്കാൻ പറ്റുമോ, ആ വെള്ളം കൊണ്ട് ഒളുവെടുത്താൽ ശരിയാകോ എന്നൊക്കെ ചോദിക്കുന്ന സംശയമുണ്ടാകുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ മലിനമല്ല, അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച നജസുകളല്ല അതൊന്നും. അതുകൊണ്ട് തന്നെ ആ വ്യത്യാസങ്ങളൊന്നും പരിഗണിക്കേണ്ടതില്ല. ചിലപ്പോൾ മൺകുടത്തിൽ നമ്മൾ കുറെ നേരം വെള്ളം എടുത്തു വച്ചാൽ അതിന്റെ രുചിയിൽ വ്യത്യാസമുണ്ടാകും. അതേപോലെ തന്നെ അതിന്റെ നിറത്തിലും ഒരുപക്ഷെ വ്യത്യാസമുണ്ടായേക്കാം. ചില കുളങ്ങളിൽ ചെളിയുടെ സാന്നിധ്യം കൂടുതലാകുമ്പോൾ അവിടെയും ഈ പറഞ്ഞ രീതിയിൽ സ്മെല്ലോ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളോ വന്നാൽ അതൊന്നും ശുദ്ധീകരണത്തിന് തടസ്സമല്ല, മറിച്ച് നജസ് കലർന്നാലാണ്. മാലിന്യങ്ങൾ ഏതെങ്കിലും വീണിട്ട് അതിന്റെ രുചിയിലും നിറത്തിലും മണത്തിലും ഒക്കെ വ്യത്യാസമുണ്ടായി കഴിഞ്ഞാൽ അത് മലിനജലമായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഹുവൽ മാഉൽ ലദീ തഗയ്യറ ബിനജസിൻ. അല്ലാഹു ഇറക്കിയ സൃഷ്ടിച്ച ആ വെള്ളത്തിൽ മാലിന്യങ്ങൾ വീണ് അതിന്റെ ഈ പറഞ്ഞ ഗുണങ്ങളിൽ സ്വഭാവങ്ങളിൽ മാറ്റമുണ്ടായാൽ അത് മലിനജലമാണ്, നജസായ വെള്ളമാണ്. ഈ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റുകയില്ല, വുളുവെടുത്താൽ ശരിയാവുകയില്ല, കുളിക്കാനും അത് മതിയാവുകയില്ല, കഴുകാനും വൃത്തിയാക്കാനും ഒക്കെ ആ വെള്ളം പോരാ. അതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോ ഇർതിഫാഉൽ ഹദസ് വ ഇസാലത്തുൻ നജാസാത്ത്, നമുക്ക് ശുദ്ധി വരുത്തുവാനും മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും ഈ പറഞ്ഞ വെള്ളം പോരാ. ഇസാലത്തുൻ നജാസാത്ത്, നജസ് നീക്കൽ 2 രൂപത്തിലുണ്ട്. അശുദ്ധമായവയുണ്ടാകും, അഥവാ ഏതെങ്കിലുമൊക്കെ വസ്തുക്കൾ അത് അതിന്റെ ബേസ് തന്നെ അശുദ്ധമാണെങ്കിൽ, മലിനമാണെങ്കിൽ നജാസത്തുൻ ഐനിയ, പണ്ഡിതന്മാർ വിശദീകരിച്ചത് അങ്ങനെയാണ്. അഥവാ ആ വസ്തു തന്നെ നജസാണ്, നായക്കാഷ്ടം പോലെ. അത് എത്ര കഴുകിയാലും ഹിയല്ലത്തി ലാ തത്ഹുറു അബദ, ഒരിക്കലും അത് കഴുകി വൃത്തിയാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ വൃത്തിയാക്കാൻ പറ്റാത്ത വസ്തുക്കളാണെങ്കിൽ അതൊരിക്കലും നമുക്ക് അതിൽ നിന്ന്, അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലോ നമ്മൾ പെരുമാറുന്ന സ്ഥലങ്ങളിലോ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ഇബാദത്തുകൾ, നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ സ്വയം അശുദ്ധമല്ലാത്ത വേറെ ഏതെങ്കിലും വസ്തുക്കളുടെ മറ്റു കാരണങ്ങളാൽ കൊണ്ട് അശുദ്ധമായത്, അതാണ് നജാസത്തുൻ ത്വാരിഅ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അഥവാ ഐ വഖഅത്ത് നജാസത്തുൻ അലാ മഹല്ലിൻ ത്വാഹിരിൻ, ശുദ്ധമായ സ്ഥലത്ത് നജസ് വന്ന് പതിച്ചതുകൊണ്ട് വീണതുകൊണ്ട് അശുദ്ധമായത്. ഏതുപോലെ നാം ധരിക്കുന്ന വസ്ത്രം, അല്ലെങ്കിൽ നാം കിടക്കാൻ ഉപയോഗിക്കുന്ന ബെഡിൽ, അല്ലെങ്കിൽ നമ്മൾ പെരുമാറുന്ന നമ്മുടെ റൂമിൽ ഏതെങ്കിലും തരത്തിലുള്ള നജസുകൾ, മാലിന്യങ്ങളായി കഴിഞ്ഞാൽ അത് നീക്കിയ ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകുകയോ അല്ലെങ്കിൽ വെള്ളം തളിച്ച് തുടച്ച് വൃത്തിയാക്കുകയോ ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. എപ്പോഴും നമുക്ക് കഴുകാൻ പറ്റിയ വസ്തുക്കളായിക്കൊള്ളണമെന്നില്ല. ചില ബ്ലാങ്കറ്റുകൾ, കാർപ്പറ്റുകൾ പോലെയുള്ളവയിൽ മാലിന്യമാണ് എന്നറിയാം. കുട്ടികൾ ചിലപ്പോൾ മൂത്രമൊഴിച്ചിട്ടുണ്ടാവും പള്ളിയിലെ തന്നെ സജ്ജാദ, ഈ കാർപ്പറ്റിൽ. അപ്പൊ എന്ത് ചെയ്യും? അത് എടുത്തുകൊണ്ടുപോയി കഴുകാൻ നമുക്ക് സാധ്യമല്ല. അപ്പോ ശുദ്ധമായ വെള്ളം അവിടെ ഒഴിച്ച് അവിടെ നിന്ന് നമ്മൾ തുടച്ച് ആ വെള്ളം, അതേപോലെ തന്നെ അഴുക്കാദ്യം മാറ്റിയതിനു ശേഷം, നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള അഴുക്കുകളാണെങ്കിൽ മാറ്റിയതിനു ശേഷം വെള്ളം കൊണ്ട് തുടച്ച് വൃത്തിയാക്കി അത് ഉണക്കി ശുദ്ധിയാക്കണം. അങ്ങനെ നമുക്ക് ഉപയോഗിക്കുവാൻ പറ്റുന്നതാണ്. നജസ് നീക്കിയിട്ട് വേണം അങ്ങനെ ശുദ്ധിയാക്കാൻ എന്നർത്ഥം. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്കങ്ങനെ കഴുകാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ കഴുകിയിട്ടില്ല, കുറെ നേരം അത് വെയിലത്ത് കിടന്ന് ഉണങ്ങി, ആ നജസിന്റെ യാതൊരു അസറുകളും അടയാളങ്ങളും അവിടെ ഇല്ല. അതിന്റെ സ്മെല്ല് പോയിട്ടുണ്ട്, അതേപോലെ തന്നെ അതിന്റെ നനവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാം മാറിയിട്ടുണ്ടെങ്കിൽ അതും ശുദ്ധിയാണ് എന്നർത്ഥം.
നമുക്ക് അവിടെ നിസ്കരിക്കാനും അതേപോലെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും അതിനൊന്നും ഒരു തടസ്സമില്ല. അതേപോലെ ചില ആളുകൾക്കെങ്കിലും ശുദ്ധിക്ക് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നു എന്ന് നമുക്ക് ഖുർആനിലൂടെ ഹദീസിലൂടെ ഒക്കെ കാണാൻ സാധിക്കുമ്പോൾ ശുദ്ധിയുടെ വിഷയത്തിൽ രണ്ട് തരം സമീപനങ്ങൾ പൊതുവിൽ ആളുകൾക്കിടയിൽ കാണുവാൻ സാധിക്കും. ചില ആളുകൾ തീരെ ശുദ്ധിയെ സംബന്ധിച്ച് ഗൗനിക്കാത്ത ശ്രദ്ധിക്കാത്ത ആളുകളാണെങ്കിൽ, നജസുള്ള സ്ഥലമാണോ ഞാൻ ഇരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ നജസാണ് ഇന്നതൊക്കെ എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് അകലം പാലിക്കുവാൻ മനസ്സില്ലാത്ത ആളുകൾ, അവർ ചിലപ്പോൾ മൂത്രമൊഴിച്ചാലും വേണ്ട പോലെ വൃത്തിയാക്കാതെ, അവർ ചെന്ന് ഇരിക്കുന്ന ഇടപഴകുന്ന സ്ഥലങ്ങളിലൊക്കെ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും ഗൗനിക്കാതെ അവരുടെ ശരീരത്തിലും വസ്ത്രത്തിലും ഒക്കെ മാലിന്യങ്ങൾ, അഴുക്കുകൾ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടിയാണ് അതിനെ ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധിയോടുകൂടിയുള്ളതല്ലാത്ത നിസ്കാരങ്ങൾ സ്വീകരിക്കുകയില്ല എന്നാണ്. ലാ യഖ്ബലുല്ലാഹു സ്വലാത്തൻ മിൻ ഗൈരി തഹൂരിൻ, തഹൂറോടുകൂടി ശുദ്ധിയോടുകൂടി അല്ലാത്ത നിസ്കാരമാണെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങളൊന്നും ഉണ്ടാവില്ല, കുളിച്ച് വൃത്തിയായി വന്നതായിരിക്കും, പക്ഷെ വുളു ശരിയല്ലെങ്കിൽ ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. അപ്പൊ വുളു ശരിയായി പക്ഷെ ശരീരത്തിൽ നജസ് ഉണ്ടെങ്കിലോ അതും ഗൗരവപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബറിൽ ശിക്ഷക്ക് നിമിത്തമാകുന്ന കാര്യങ്ങൾ പലതും എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ മൂത്രമൊഴിച്ചതിന് ശേഷം മാന്യമായി വൃത്തിയാക്കാത്ത ആളുകൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുമെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ വളരെ നിസ്സാരമായി തള്ളുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അത് വലിയ കാര്യമായി ഗൗരവമായി എടുക്കാത്ത ആളുകൾ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ മൂത്രമൊഴിച്ചാൽ അതേപോലെ തന്നെ ടോയ്ലറ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വാഷ് ചെയ്ത് വൃത്തിയാക്കുക എന്നത് നമ്മുടെ മതപരമായ ഒരു ബാധ്യത കൂടിയാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. ഇല്ല എങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ തന്നെ ശരിയാവുകയില്ല. അപ്പോ ഇങ്ങനെ ശുദ്ധിയുടെ കാര്യം തീരെ ഗൗനിക്കാത്ത, അതിന് മനസ്സ് കൊടുക്കാത്ത, പ്രാധാന്യം കൊടുക്കാത്ത ഒരു രീതിയിൽ ചില ആളുകളെയെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമത്തെ നേരെ വിപരീതമാണ്. എങ്ങനെ? അവർ അതിന്റെ വിപരീതം എന്ന് പറഞ്ഞാൽ ശുദ്ധിയുടെ വിഷയത്തിൽ ഓവറായി വസ്വാസ് കാണിക്കുന്ന ആളുകൾ, പിശാചിന്റെ കെണിയിൽപ്പെട്ട ആളുകൾ. എത്ര വെള്ളം ഒഴിച്ചാലും എത്ര നേരം കഴുകിയാലും വൃത്തിയായി എന്ന് മനസ്സ് വരാത്ത, തൃപ്തി വരാത്ത ആളുകൾ. അത് വാസ്തവത്തിൽ അതൊരു മാനസിക രോഗമാണ്. സ്വാഭാവികമായും പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ റബ്ബിനോട് ചോദിക്കേണ്ട, അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട സംഗതിയാണ്. ചില ആളുകളുടെ ഒക്കെ മാരകമായൊരു രോഗം മറ്റേതെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ രോഗം പോലെയല്ല. അവരൊരു മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. നിസ്കാരം അവിടെ ജമാഅത്ത് നടക്കുമ്പോഴും ചില ആളുകൾ ഒളുവെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവൂല. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് പിശാചിന്റെ കളികൾ മനുഷ്യനെ കൊണ്ട്. അവർ ഒളു ചെയ്ത് ഇങ്ങനെ സമയം കഴിയുമ്പോൾ അവസാന സമയത്ത് അല്ലാഹു അക്ബർ എന്ന റുക്കോയിലേക്ക് പോകുമ്പ ഓടി വന്ന് അവരുടെ ഒളു ശരിയായ രീതിയിൽ വന്ന് കൈകെട്ടും. ഇങ്ങനെ നിസ്കാരത്തിൽ അല്ലെങ്കിൽ ശുദ്ധിയുടെ പേരിൽ പിശാച് നമ്മളെ പിടിക്കുന്ന ആ വസ്വാസിന്റെ തലത്തിലേക്കും പോകാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആളുകൾക്കെങ്കിലും, പ്രത്യേകിച്ച് സഹോദരിമാരുണ്ടെങ്കിൽ, ആരെയും കുറ്റപ്പെടുത്താണെന്ന് മനസ്സിലാക്കേണ്ടതില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, തുറന്നിരിക്കുന്ന വെള്ളമാണെങ്കിൽ, ബക്കറ്റിൽ രാത്രി എടുത്തു വെച്ച വെള്ളം, അല്ലെങ്കിൽ ടാങ്ക് അത് ഓപ്പൺ ആണ് എങ്കിൽ സംശയമാണ്, ആ വെള്ളം കൊണ്ട് ഒന്നുകൊടുത്താൽ ഒന്നു ശരിയാകുമോ? പട്ടിയോ വല്ല പൂച്ചയോ ഒക്കെ വന്ന് തലയിട്ടുണ്ടെങ്കിലോ വല്ല നജസും വീണിട്ടുണ്ടെങ്കിലോ എന്നിങ്ങനെ സംശയരോഗമുള്ള ആളുകൾ. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ പണ്ഡിതന്മാർ ആ വിഷയം വിശദീകരിക്കുമ്പോൾ പറഞ്ഞത്, അൽ അസ്ലു അത്വഹാറ, വെള്ളം അല്ലാഹു ഇറക്കിയത് ശുദ്ധിയോടുകൂടിയാണ്. ഇനി അത് അശുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഹത്താ യതബയ്യന നജാസ, അതിൽ നജസ് വീണിട്ടുണ്ട്, അത് നമ്മൾ കാണുന്നു, അതിന്റെ രുചിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, അതിന്റെ നിറത്തിൽ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ആ നജസ് വന്ന് വീണത് അതിൽ മിക്സായി കിടക്കുന്ന നമ്മൾ കാണുന്നു. ഇങ്ങനെ വ്യക്തമായ സന്ദർഭങ്ങളിലല്ലാതെ ഊഹത്തിന്റെ പേരിൽ നിങ്ങൾ ആ വെള്ളം ഒഴിവാക്കേണ്ടതില്ല എന്ന്. വഇൻ ശക്ക ഫീ നജാസതി മാഇൻ ഔ ഗൈരിഹി, നമ്മുടെ വസ്ത്രം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുസല്ല, നിസ്കരിക്കാൻ വേണ്ടി വിരിക്കുന്ന വിരിപ്പ്, അതല്ലെങ്കിൽ ആ സ്ഥലം, അവിടെയൊക്കെ നജസ് ഉണ്ടാകുമോ എന്നൊരാൾ സംശയിച്ചാൽ, ഊഹിച്ചാൽ, ഔ തഹാറത്തിഹി, അതിന്റെ ശുദ്ധിയുടെ കാര്യത്തിലും അയാൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ബുനിയ അലൽ യഖീൻ, ഉറപ്പുള്ളതിനെ അയാൾ പരിഗണിക്കണം. എന്താ ഉറപ്പുള്ളത്? വളരെ വ്യക്തമായൊരു സന്ദേശമാണത്. ഇസ്ലാമിന്റെ വലിയൊരു അസലാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അള്ളാഹു സൃഷ്ടിച്ചത് ശുദ്ധിയോടുകൂടിയാണ്, അതാണ് അസല്, അതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. അതിൽ സംശയമില്ല. സംശയം വന്നത് എന്താ? നജസ് ഉണ്ടോ എന്നാണ്. ആ സംശയം നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല, ഉറപ്പുള്ളത് സ്വീകരിച്ചോ എന്നാണ്.
അൽ യഖീനു ലാ യുസാലു ബിശക്. ആ ഉറപ്പിനെ സംശയം അത് നീക്കിക്കളയുന്നതല്ല, ഉറപ്പാണത്. ഉറപ്പാണ് ഏറ്റവും ഗൗരവപ്പെട്ടത്. സംശയം കൊണ്ട് നിങ്ങൾ ആ ഉറപ്പിനെ ഒഴിവാക്കി ആശയക്കുഴപ്പത്തിലാകേണ്ടതില്ല. പിശാച് നിങ്ങൾ പിടിക്കുന്നത് അതാണ് എന്നർത്ഥം. ചില ആളുകൾ വിചാരിക്കും ഒളു എടുത്ത് വന്നതാണ്, പക്ഷെ കുറച്ചു നേരം ഞങ്ങൾ ഇരുന്നല്ലോ, സംസാരിച്ചല്ലോ, ഖുർആൻ ഓതിയല്ലോ, എന്റെ ഒളു മുറിഞ്ഞോ ഇല്ലേ? സംശയം. ആ സംശയത്തിന്റെ പിന്നാലെ പോയാൽ ഖിയാമത്ത് നാൾ വരെയും മനസമാധാനത്തോടു കൂടി ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, നിങ്ങൾ സംശയങ്ങളെ ഒഴിവാക്കിയേക്കുക, സംശയമില്ലാത്തതിനെ നിങ്ങൾ സ്വീകരിക്കുക. ഒളു എടുത്തുന്നുള്ള ഉറപ്പല്ലേ? ഒളു മുറിഞ്ഞോ ഇല്ലേന്ന് സംശയം, ആ സംശയം വിട്ടേക്ക്. ഉറപ്പാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, ഒളു മുറിഞ്ഞത് നിങ്ങൾ ബാത്റൂമിൽ പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒളു മുറിയുന്ന എന്തെങ്കിലും ഒന്ന് സംഭവിച്ചതായി നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അപ്പോഴാണ് ഒളു നഷ്ടപ്പെട്ടതായി പരിഗണിക്കേണ്ടതുള്ളൂ. വെള്ളം നിങ്ങളുടെ കൈ മുന്നിൽ കിട്ടുകയാണ്, കിണറ്റിലെ വെള്ളം അതല്ലെങ്കിൽ പൈപ്പിലെ വെള്ളം, അതിൽ നജസ് വീണിട്ടുണ്ടാകുമോ? ഇങ്ങനെ വസ്വാസം സംശയങ്ങളുമായി പോകേണ്ടതില്ല എന്നർത്ഥം. അതാണ് ഇസ്ലാം പറഞ്ഞത്. പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പഠിപ്പിച്ചൊരു കാര്യം, അൽ യഖീനു ലാ യുസാലു ബിശക്. ആ ഉറപ്പുള്ള കാര്യത്തെ സംശയം കൊണ്ട് അത് നീങ്ങിപ്പോവുകയില്ല. അതേപോലെ തന്നെ ഉറപ്പുള്ള ഒരു തെളിവ് കിട്ടിയാൽ മാത്രമേ ആ ഉറപ്പിൽ നിന്ന് മറ്റൊരു ഉറപ്പിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ കൃത്യമായി ശുദ്ധിയുടെ കാര്യത്തിൽ അതിര് കവിയാതെ, എന്നാൽ തീർച്ചയായും അതിനെ ഒന്നും ശ്രദ്ധിക്കാത്ത രീതിയിലുമല്ലാതെ അതിന്റെ ഒരു മധ്യമ നിലവാരം ഇസ്ലാം പഠിപ്പിച്ച പ്രമാണങ്ങൾക്കൊപ്പം ശുദ്ധിയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് മാനസികമായ ശുദ്ധിയുടെ കാര്യത്തിലും ബാഹ്യമായ ശുദ്ധിയുടെ കാര്യത്തിലും ഒരു വിശ്വാസി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഖദ് അഫ്ലഹ മൻ സക്കാഹ, തീർച്ചയായും അവർ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിജയം വരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കണിശതയോടെ ശ്രദ്ധയോടെ പാലിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിനെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ 74-ാം അധ്യായം സൂറത്തുൽ മുദ്ദസ്സിറിലെ 4-5 ആയത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റിസാലത്ത്, നുബൂവത്തൊക്കെ നൽകി ആദ്യ കാലഘട്ടത്തിൽ തന്നെ അള്ളാഹു കൊടുത്ത നിർദ്ദേശമാണ് വസിയാബക ഫത്വഹിർ, പ്രവാചകരെ താങ്കൾ താങ്കളുടെ വസ്ത്രം ശുദ്ധിയാക്കണം. പണ്ഡിതന്മാർ അത് 2 രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഷേഖ് സഅദിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് യുഹ്തമലു അന്നൽ മുറാദ ബിസിയാബിഹി അഅമാലുഹു കുല്ലുഹ, അവിടെ വസ്ത്രം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മങ്ങളെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രയോഗമായിരിക്കാം. അത് ശുദ്ധിയാകണമെന്ന് പറയുമ്പോൾ ഇഖ്ലാസോടുകൂടി നന്മയാഗ്രഹിച്ചുകൊണ്ട്, അതേപോലെ തന്നെ അതിനെ നശിപ്പിക്കുന്ന, അതിന്റെ പ്രതിഫലം കളയുന്ന യാതൊന്നും അതിൽ കടന്നു വരാതെ ഷിർക്ക്, റിയാ, നിഫാഖ്, അതേപോലെ തന്നെ അഹങ്കാരം, കിബർ തുടങ്ങിയ യാതൊരു അഴുക്കും പുരളാതെ കർമ്മങ്ങളെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നാണ് അതിന്റെ താല്പര്യം എന്ന് ഒരു വിശദീകരണം. വയുഹ്തമലു അന്നൽ മുറാദ ബിസിയാബിഹി അസിയാബുൽ മഅറൂഫ. രണ്ടാമത്തെ ഒരു വിശദീകരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ ആയത്തിലൂടെ അള്ളാഹു ഉദ്ദേശിച്ചത് ശരിക്കും നമ്മൾ ധരിക്കുന്ന ആ വസ്ത്രത്തെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രയോഗമായിരിക്കാം. വഅന്നഹു മഅ്മൂറുൻ ബിതത്വഹീരിഹ, നമ്മൾ ധരിക്കുന്ന വസ്ത്രം ശുദ്ധിയായിരിക്കണം എന്നത് മതപരമായ ഒരു കൽപ്പനയാണ്. അൻ ജമീഇൻ നജാസാത്ത്, നജസുകളിൽ നിന്നെല്ലാം, ഫി ജമീഇൽ ഔഖാത്ത്, എല്ലാ സന്ദർഭത്തിലും. ഞാൻ ഇപ്പൊ നിസ്കരിക്കുന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അഴുക്കുകൾ, നജസ് എന്റെ ശരീരത്തിൽ, വസ്ത്രത്തിൽ ആയാൽ കുഴപ്പമില്ല എന്നല്ല. എല്ലാ സന്ദർഭത്തിലും ശുദ്ധിയോടുകൂടി തന്നെ നിലകൊള്ളാനാണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. ഖുസൂസൻ ഫി ദുഖൂലി ഫി സ്വലാത്ത്, വിശിഷ്യ നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ. കാരണം നിസ്കരിക്കുന്ന ആളുടെ ശരീരവും വസ്ത്രവും നിസ്കരിക്കുന്ന സ്ഥലവും ഒക്കെ നജസുകളിൽ നിന്ന് ശുദ്ധിയാവുക എന്നത് നമസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ടതാണ്.
അപ്പൊ അത് വീഴ്ച വന്നാൽ നിസ്കാരം തന്നെ എത്ര ഭക്തിയുള്ളതാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല എന്നതുകൂടി നേരത്തെ പറഞ്ഞ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം പ്രത്യേകം ഉണർത്താനുള്ളത്, നമുക്കെല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയകളിലും അതേപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെയെല്ലാം പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്, നമ്മുടെ രാജ്യ തലസ്ഥാനം വലിയൊരു ദേശീയ സമരത്തിന് സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യുവസമൂഹത്തിന്റെ, രാജ്യത്തിന്റെ തന്നെ ഭാവിയെ പ്രതിസന്ധിയിലാക്കുന്ന ഏകപക്ഷീയവും സ്വേച്ഛാധിപത്യവുമായിട്ടുള്ള ചില നിയമങ്ങളും അതേപോലെ തന്നെ കെടുകാര്യസ്ഥതയുമൊക്കെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, യുവാക്കൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ കുടുംബക്കാരൊക്കെ വലിയ ആശങ്കയിലായിട്ട് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോരുകയും അതേപോലെ അതുമായി ബന്ധപ്പെട്ട് CBSE പരീക്ഷകളിലും ഒക്കെ വന്ന ക്രമക്കേടുകൾ നമ്മൾ നിരന്തരമായി വാർത്തകളായി മാസങ്ങളോളം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തതാണ്. അതിനെ ഒന്ന് തണുപ്പിക്കാൻ, അതിന്റെ ആ വിഷയം ഒന്ന് ചർച്ച ചെയ്യാൻ, യുവാക്കളുടെ ആശങ്കകളെയും പ്രയാസങ്ങളെയും പരിഗണിച്ചത് നീക്കം ചെയ്യാൻ ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ധിക്കാരത്തോടുകൂടി അത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഗതികെട്ട് ഒരു പറ്റം യുവാക്കൾ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഒരു പ്രൊട്ടസ്റ്റ് നടത്തി, ഒരു പ്രകടനവും പ്രതിഷേധവും നടത്തി സമ്മേളിക്കുമ്പോൾ അവർക്കെതിരെ അതിക്രൂരമായി നമ്മുടെ രാജ്യത്ത് തുല്യതയില്ലാത്ത, സമാനതകളില്ലാത്ത കൊടും ക്രൂരതയാണ് അവർക്ക് നേരെ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ മനസ്സിലാക്കിയ സംഗതിയാണ്. ഒന്നാമതായി അത്തരം ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കുവാനും അപലപിക്കുവാനുമുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, തിന്മകൾക്കും വർഗീയതക്കുമെതിരെ നമ്മുടെ രാജ്യമായി സമാധാനത്തോടുകൂടി നിലനിൽക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അപ്രകാരം തന്നെ അതിനേക്കാൾ ഗൗരവപ്പെട്ടത്, നമുക്കിപ്പോൾ ഡൽഹിയിൽ പോയി ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനും ജാഥ നടത്താനും ഒന്നും സാധിക്കുകയില്ല എന്നത് ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാഭൂരിപക്ഷത്തിനും അത് അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ നമുക്കെല്ലാവർക്കും വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്. പടച്ചറബിനോട് ദുആ ചെയ്യാൻ പറ്റില്ലേ? ഈ നാട്ടിൽ സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ഇവിടെ എല്ലാവരും ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ സാഹോദര്യത്തോടെ സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കുവാൻ പറ്റുന്ന, വർഗീയതയില്ലാത്ത സമാധാനമുള്ളൊരു നാടിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യണം. അപ്പോ ഭരണാധികാരികൾ നല്ലവരല്ലെങ്കിൽ നല്ലവരായ ആളുകളെ ഭരണകൂടത്തിലേക്ക് എത്തിക്കാൻ അള്ളാഹുവിന് സാധിക്കും. എത്രയോ നാടുകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അള്ളയാണ് അധികാരം കൊടുക്കുന്നവൻ. യുഅത്തിൽ ഹിക്മത മൻ യശാ വമൻ യുഅത്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു ആധിപത്യത്തെയും അധികാരത്തെയും പറ്റിയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ആൽ ഇംറാനിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അള്ളാഹുവാണ് ആധിപത്യം നൽകുന്നവൻ, അധികാരം നൽകുന്നവൻ. യുഅത്തിൽ മുൽക മൻ യശാ വമൻ യുഅതി വതൻസിഉൽ മുൽക അമ്മൻ തശാ. അള്ളാഹുവേ, നീ അധികാരം ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം നീക്കിക്കളയുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള മലിക്കുൽ ജബ്ബാറായ സർവശക്തനായ പടച്ചറബ്ബ് നമുക്കുണ്ട്. ആ റബ്ബിനോട് നമ്മുടെ ആരും ചിലപ്പോൾ നീറ്റ് പരീക്ഷ ചെയ്തിട്ടുണ്ടാവൂല, നമ്മൾ ആരും അതിന്റെ പേരിൽ പേഴ്സണലി ഒരു ദുഃഖവും പ്രയാസവും അനുഭവിക്കുന്നില്ല എന്ന ആ എന്താണ് പറയാ, ഒരു പ്രൈവറ്റ് സങ്കടം എന്നതിനേക്കാൾ ഉപരിയായി, ഒരു സ്വകാര്യ ദുഃഖം എന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ നാടിന്റെ യുവാക്കളുടെ ഭാവിയെ കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും നമ്മുടെ നാട്ടിൽ നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സമരക്കാരും യുവാക്കളുമായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു ദിശാബോധവും അതേപോലെ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും പടച്ചറബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും അതേപോലെ നാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും ശുദ്ധി എന്ന ഇസ്ലാമിന്റെ ആ ഒരു കൾച്ചർ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക്, നല്ല മനസ്സ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അർഹമുർ റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ആദർശ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അള്ളാഹു അവന്റെ കാരുണ്യത്തിന്റെ ലോകമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.